ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ, ഇതൊരു ഇൻഫോർമേഷൻ വീഡിയോ ആണ്. എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ള ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആണ്. നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ ടെർമിനലിൻ്റെ മുന്നിലാണ് ഇന്ന് നമ്മളുള്ളത്. നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ ടെർമിനലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കോട്ടയം ഭാഗത്തേക്ക് അല്ലെങ്കിൽ കൂത്താട്ടോളം ഭാഗത്തേക്ക് അല്ലെങ്കിൽ മൂവാറ്റുപുഴ ഭാഗത്തേക്ക് എങ്ങനെ നമുക്ക് മറ്റൊരു കാലടി അതുപോലെ തന്നെ പെരുമ്പാവൂർ ബ്ലോക്ക് ഇല്ലാതെ തന്നെ നമുക്ക് ആ വഴിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. കൃത്യമായിട്ട് ഈ വീഡിയോയിൽ തിരിയേണ്ട ടേണിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇൻ്റർനാഷണൽ ടെർമിനലിൽ നിന്ന് ഇറങ്ങി അടുത്ത ഡൊമസ്റ്റിക് ടെർമിനലിൻ്റെ റൗണ്ടിലാണ് നമ്മുടെ വണ്ടി എത്തിയിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ ടെർമിനലൊക്കെ നേരെ ക്രോസ് ചെയ്യാം. ചിലപ്പോൾ ഇവിടെ അടുത്തുള്ള പരിസരത്തുള്ള എല്ലാവർക്കും ഇതൊരു പരിചയമായിട്ടുള്ളൊരു വഴിയായിരിക്കാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ നിന്നോ അല്ലെങ്കിൽ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ നിന്നോ കൂത്താട്ടോളം അല്ലെങ്കിൽ ആ ഭാഗത്തുനിന്ന് വരുന്ന എല്ലാവർക്കും തന്നെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഒരു ഇൻ്റർവെല്ലിൻ്റെ പമ്പൊക്കെ കാണാം. എല്ലാവരും പോയപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും മനസ്സിലേക്ക് ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഈ റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുവിധ ബ്ലോക്കുകൾ നമ്മൾ പെടേണ്ടി വരില്ല. നമ്മൾ നേരെ ചെല്ലുമ്പോൾ നേരെ അത്താണിക്ക് പോകുന്ന ഡയറക്ഷനിലാണ് പോകുന്നത്. പാലം കയറരുത് ഒരിക്കലും. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് കൃത്യം പോലെ ഇത് കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ ബോർഡൊക്കെ ഉണ്ട്, സോളാർ എനർജിയുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. ഈ ബോർഡിൻ്റെ സൈഡിൽ കൂടെ ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇത് നെടുവന്നൂർക്ക് പോകേണ്ട ഒരു വഴിയാണ്. പണ്ടൊക്കെ സിയാൽ റോഡ് വന്നേക്ക് മുമ്പ് തന്നെ നമുക്ക് നെടുവന്നൂർ ആലുവ വഴിയായിരുന്നു പ്രൈവറ്റ് ബസ്സൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ആ റൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതുകൊണ്ടോ എല്ലാവർക്കും ആർക്ക് കണ്ടാലും മനസ്സിലാവുന്ന രീതിയിലാണ് എല്ലാ ടേണിങ്ങും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. പാലത്തിൻ്റെ അടിയിലൂടെയാണ് നമ്മൾ വരുന്നത്. കണ്ടോ, റൈറ്റ് സൈഡിലൊക്കെ കുറേ വണ്ടികളൊക്കെ അവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും, ടാക്സി ചേട്ടന്മാർ. നേരെ വരെ നമ്മൾ വരുന്നത് ഒരു ടേണിങ്ങിലാണ്. റൈറ്റ് എടുത്താൽ വീണ്ടും എയർപോർട്ടിലേക്ക് പോകണം. നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. അവിടെ കൃത്യമായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. റൈറ്റ് പോയി കഴിഞ്ഞാൽ അങ്കമാലിക്ക് പോകാം, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നെടുവന്നൂർ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഒരു റൗണ്ടിൻ്റെ ചിഹ്നമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് കാണാൻ വേണ്ടിയാണ് ഞാനിതിങ്ങനെ നിർത്തി വെച്ചത്. കണ്ടോ, ഇനി നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. അപ്പോൾ നേരെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ 2 റൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലം കയറാതെ തന്നെ ലെഫ്റ്റിലേക്ക് വരുമ്പോഴാണ് ഈ വഴി. ഈ വഴിയുടെ 2 സൈഡിലും ലെഫ്റ്റ് സൈഡിലെ എയർപോർട്ട് കാണാം, റൈറ്റ് സൈഡിൽ റെയിലാണ്. കണ്ടോ, ലെഫ്റ്റ് സൈഡിലെ എയർപോർട്ടിൻ്റെയാണ് ആ മതിൽ. നേരെ കുറച്ചങ്ങ് ഈ റോഡിൻ്റെ അറ്റം ചെല്ലുമ്പോൾ 2 ഹമ്പുണ്ട്. ഇത് കണ്ടോ, 2 ഹമ്പാണ് ഇവിടെ. പിടുത്തം വിട്ട് ആരും പോരരുത്, 2 ഹമ്പുണ്ട് അവിടെ. ഒരു ടേണിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു അമ്പലത്തിൻ്റെ ആവണങ്കോട് സരസ്വതി ക്ഷേത്രത്തിൻ്റെ ബോർഡൊക്കെ കാണാം റൈറ്റ് സൈഡിൽ. ഇപ്പോഴും റൺവേയുടെ സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ വീണ്ടും 2 ഹമ്പുകളുണ്ട്. ഇത് കഴിഞ്ഞ് അടുത്ത ടേണിങ് ഉണ്ടോ, ടേണിങ് ഒക്കെ കൃത്യമായിട്ട് മെയിൻ റോഡ് വഴിയാണ് നിങ്ങൾ പോവുക. തിരിയേണ്ട ടേണിങ് വരുമ്പോൾ പ്രത്യേകമായിട്ട് അതിനകത്ത് എടുത്ത് കാണിക്കും നമ്മുടെ വീഡിയോയിൽ. ഇത് നേരെ പോകുന്നത് നെടുവന്നൂർക്കുള്ളൊരു വഴിയാണ്. 2-3 ടേണിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുവഴി നേരെ പോയി കഴിഞ്ഞാൽ നെടുവന്നൂർ കണ്ടോ, ഒരു കപ്പേള റൈറ്റ് സൈഡിൽ കണ്ടോ. ഇത് കഴിഞ്ഞ് കുറച്ചാണ്ട് ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു പള്ളി വരും. നെടുവന്നൂർ യാക്കോബായ സുറിയാനി പള്ളിയാണ്. ഈ പള്ളി കഴിഞ്ഞിട്ട് ഒരു ജംഗ്ഷൻ വരും. ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ ആലുവയ്ക്ക് പോകും. നമുക്ക് റൈറ്റ് അല്ല പോകണ്ടേ, നമുക്ക് നേരെ പോകണ്ടേ. ഈ ചെല്ലുന്ന റൈറ്റ് അല്ല നമുക്ക് പോകണ്ടേ, നമ്മളിവിടുന്ന് നേരെ പോകണം. ഇവിടുന്ന് നേരെ പോണ റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചൊവ്വര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. ചൊവ്വര എയർപോർട്ടിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഈ വഴിയൊക്കെ കാണാപ്പാടായിരിക്കും. നമ്മളൊക്കെ എപ്പോഴും ബ്ലോക്കൊക്കെ വരുന്ന വഴിയാണിത്. അപ്പോൾ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. കണ്ട ലെഫ്റ്റ് സൈഡിലൊരു കത്തോലിക്ക പള്ളിയൊക്കെ ഉണ്ട്, നെടുവന്നൂർ കാത്തോലിക്സ് പള്ളിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും വഴി തെറ്റില്ല എന്നുള്ളൊരു കണ്ടീഷനിൽ മാത്രം നമ്മൾ ഷൂട്ട് ചെയ്തത് എന്താണ്. റൈറ്റ് സൈഡിലൊരു കപ്പേള. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ചൊവ്വരയ്ക്കാണ് പോകുന്നത്. ചൊവ്വരയ്ക്ക് പോകുന്ന റൂട്ടാണിത്. റൈറ്റ് സൈഡിലൊരു അമ്പലത്തിൻ്റെ സെറ്റപ്പിലൊരു അമ്പലത്തിൻ്റെ ആർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഒരിക്കലും നിങ്ങൾക്ക് വഴി തെറ്റില്ല. ഈ വീഡിയോ എല്ലാവരും മനസ്സിലൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. നമുക്ക് എയർപോർട്ടിൽ കഴിഞ്ഞ് തിരക്ക് പിടിച്ച് വീട്ടിലേക്ക് പോകേണ്ടവർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലോക്കൊന്നും കൂടാതെ തന്നെ ഈ വഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെരുമ്പാവൂർ സിഗ്നൽ കഴിഞ്ഞ് ഉടനെ തന്നെ റൈറ്റിലേക്ക് തിരിയാൻ പാകത്തിന് നമുക്ക് കയറാൻ പറ്റും. ഈ വഴി നേരെ ചെല്ലുന്നത് നമ്മൾ ചൊവ്വര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്, മെയിൻ റോഡിലേക്കാണ് കയറുന്നത്. ആ വഴി ചെന്നുണ്ടോ ലെഫ്റ്റ് സൈഡിലൊരു മുസ്ലിം പള്ളിയുടെ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ വേണ്ട, അതൊക്കെ നമ്മൾ സ്ലോ ആക്കിയാണ് വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അത് കാണാൻ വേണ്ടി ഒരിക്കലും നമ്മൾ വഴി തെറ്റരുത്. അകലെ നിന്നൊക്കെ വന്നവർക്ക് ഈ വഴി അത്ര പരിചിതമാവില്ല. കണ്ടോ, ഒരു ചെറിയൊരു വഴിയൊക്കെ ഉണ്ട്, ഒരു പാലമൊക്കെ ഉണ്ട്. ഇതൊക്കെ കയറി നമ്മൾ നേരെ ചെല്ലുമ്പോൾ ഒരിക്കലും എങ്ങും തിരിയരുത്. ഈ ലെഫ്റ്റിലൊരു ഓട്ടോറിക്ഷ പോയില്ല, ആ വഴിയൊന്നും നമ്മൾ തിരിയരുത്. അതിനുവേണ്ടി പ്രത്യേകം നമ്മളത് എടുത്തേക്കാണ്. ആ ടേണിങ് ഒന്നും നമ്മൾ തിരിയരുത്, നമുക്ക് നേരെയാണ് പോകേണ്ടത്. ഇതുണ്ടോ, തിരിയേണ്ട സ്ഥലം വരുമ്പോൾ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്, വീഡിയോ കവർ ചെയ്യുന്നുണ്ട്. റൈറ്റ് സൈഡിലും ഒരു അമ്പലത്തിൻ്റെ ഒരു സെറ്റപ്പാണ്. ഇവിടെ നമ്മൾ നേരെ തന്നെ പോകണം, റൈറ്റ് ഒരിക്കലും തിരിയരുത്. എങ്ങും തിരിയേണ്ട സ്ഥലമില്ല, എല്ലാം നേരെ തന്നെ.
ഇനി ഈ റോഡിൻ്റെ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൊവ്വര ജംഗ്ഷനിലാണ് ഈ റോഡ് ചെല്ലുന്നത്. ഈ ചെല്ലുന്നത് ചൊവ്വര ജംഗ്ഷനിലാണ്. ഈ ജംഗ്ഷനിൽ നിന്നാണ് നമുക്ക് ലെഫ്റ്റ് തിരിയേണ്ടത്. ഇനിയും കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. മഞ്ഞ കളർ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിയുക. ഇനി നമ്മൾ ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത്. ഇനി ലെഫ്റ്റ് പോയി കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഈ മെയിൻ റോഡ് പോകുന്നത് ലെഫ്റ്റിലേക്ക് തന്നെ ഒരു ടേണിംഗ് ആണ്. പക്ഷേ നമ്മൾ റൈറ്റിലേക്ക് നേരെയാണ് പോകേണ്ടത്. കണ്ടോ, നമ്മൾ ഒരിക്കലും ലെഫ്റ്റ് തിരിയരുത്. തിരുവരാണിക്കുളം ടെമ്പിൾ എന്ന് പറഞ്ഞ ബോർഡ് ഇനി കാണും. ഇനി നമുക്ക് പോകേണ്ടത് തിരുവരാണിക്കുളം ടെമ്പിൾ ബോർഡ് നോക്കിയിട്ടാണ് പോകേണ്ടത്. എല്ലായിടത്തും എല്ലാ ടേണിങ്ങിൽ ചെല്ലുമ്പോഴും തിരുവരാണിക്കുളം ടെമ്പിളിൻ്റെ ബോർഡ് കാണാൻ പറ്റും നമുക്ക്. അത്യാവശ്യം നല്ല റോഡാണ്. വലിയ കുഴപ്പങ്ങളൊന്നും കൂടാതെ നമുക്ക് പോകാം, യാത്ര ചെയ്യാൻ പറ്റുന്ന ബോർഡാണ്. എയർപോർട്ടിലേക്കൊക്കെ വരുന്ന വണ്ടികൾക്കായാലും ഇതിലായാലും തിരിച്ചു വരാവുന്നതും എല്ലാം ഈ വഴിക്കിടെ തന്നെയാണ്. തിരിച്ചു വരുന്നതിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, എല്ലായിടത്തും തിരുവരാണിക്കുളം ബോർഡുണ്ട്. അപ്പോൾ ഈ റൂട്ട് പോകുമ്പോൾ നമ്മൾ കണ്ടോ ഇവിടെ ലെഫ്റ്റ് എടുക്കണം. അവിടെയൊക്കെ തിരുവരാണിക്കുളം ടെമ്പിളിൻ്റെ ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഒരാൾക്കും ഒരു കുഞ്ഞിന് പോലും വഴി തെറ്റില്ല ഈ വീഡിയോ കണ്ടു വന്നു കഴിഞ്ഞാൽ. വളരെ കൃത്യമായിട്ട് നമുക്ക് തിരിയേണ്ട സ്ഥലമൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, ആ ലെഫ്റ്റ് സൈഡിൽ പച്ച കളർ ബോർഡ് എന്ന് പറഞ്ഞാൽ തിരുവരാണിക്കുളം അമ്പലത്തിലേക്കുള്ള വഴി എന്നാണ് എഴുതി വെച്ചാണ്. കുറച്ച് വഴി മോശമൊക്കെ ഉണ്ട്, ചെറിയൊരു കട്ടറും കാര്യങ്ങളൊക്കെയാണ്. ഇതുണ്ട് ഇവിടെയൊക്കെ സ്ലോ ആയിക്കണത് നമുക്ക് ഇടതുവശത്തെ ബിൽഡിംഗ് ഒക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. കൃത്യമായിട്ട് നമ്മളൊരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കൃത്യമായിരിക്കണം. വഴി തെറ്റിച്ച് നമ്മൾ വിടാൻ പാടില്ല എന്നുള്ളൊരു ഒറ്റ കാരണത്താലാണ് അവിടേക്ക് സ്ലോ ആക്കി നമ്മൾ എടുത്താണത്. ഇവിടെയൊക്കെ നമുക്ക് ബോർഡ് ഉണ്ട്, തിരുവരാണിക്കുളം ടെമ്പിളിലേക്ക് പോകുന്ന വഴി. കുഴപ്പമില്ലാത്ത വഴികളാണ് എല്ലാം, അത്യാവശ്യം നല്ല വഴികൾ തന്നെയാണ്. ഇവിടെ നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. അവിടെ ആ ചുമന്ന ബോർഡ് കണ്ടോ, ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് തിരുവരാണിക്കുളം ടെമ്പിൾ റൈറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് തിരിഞ്ഞോടത്തൊരു കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് തിരുവരാണിക്കുളം ടെമ്പിൾ ഇരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ലെഫ്റ്റാണ് പോകേണ്ടത്. ഇത് കണ്ടോ, തിരുവരാണിക്കുളം സഹകരണ ബാങ്ക് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ. ഈ റൈറ്റ് സൈഡിലാണ് നമ്മുടെ അമ്പലം ഇരിക്കുന്നത്. നമ്മളിങ്ങനെ നേരെ പോയിട്ടൊരു പാലം കയറും, തിരുവരാണിക്കുളം പാലമൊക്കെ കയറും. ഇവിടെ അടുത്ത് തന്നെ വേറൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെല്ലുന്നത് നേരെ തിരുവനാകുളം പാലത്തേക്കാണ്. ഇതുണ്ടോ, ആ ബ്രിഡ്ജ് കയറി കഴിഞ്ഞാൽ നേരെ മെയിൻ റോഡിലേക്കാണ് ചെല്ലുന്നത്. മെയിൻ റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലുവയിൽ നിന്ന് ട്രാൻസ്പോർട്ടേഴ്സ് വരുന്ന റോഡിലേക്കാണ് നമ്മൾ കയറുന്നത്. ആലുവ പെരുമ്പാവൂർ ട്രാൻസ്പോർട്ടേഴ്സ് പോകുന്ന റൂട്ട്. ആലുവയിൽ 2 റൂട്ടുണ്ട്, പ്രൈവറ്റേഴ്സ് പോകുന്ന വേറെ റൂട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചു പറഞ്ഞത്. ഇപ്പം നമ്മൾ ചെല്ലുന്നത് നേരെ ചെല്ലുമ്പോൾ കേട്ടോ നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. മാറമ്പള്ളി എന്ന് പറഞ്ഞ ജംഗ്ഷനാണിത്, മാറമ്പള്ളി. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് എടുത്ത് നേരെയാണ് പോകേണ്ടത്. നല്ല അടിപൊളി വഴിയാണ് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് ഏകദേശം ഒരു 6-7 മിനിറ്റ്, ഒരു 6-7 മിനിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് തിരിയേണ്ട സ്ഥലം വന്നു. കൃത്യം പറയുകയാണെങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പെരുമ്പാവൂർ സിഗ്നൽ കഴിഞ്ഞ് നമുക്ക് എത്തേണ്ട സ്ഥലം വരുമ്പോൾ 18 കിലോമീറ്ററാണ് വരുന്നത്. എല്ലാവരും കിലോമീറ്റർ കാൽക്കുലേറ്റ് വെച്ചോ. കൃത്യം 18 കിലോമീറ്റർ വരുന്നുള്ളൂ എയർപോർട്ടിൽ നിന്ന് നമ്മൾ 0 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇത് കണ്ടോ, ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് കട്ട് ചെയ്തു. ഫസ്റ്റ് റൗണ്ട് ബോട്ടിൽ നമ്മൾ ലെഫ്റ്റ് ആണ് എടുത്തത്. മാറമ്പള്ളി കവലയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കുറച്ചും കൂടി വരുമ്പോൾ തന്നെ അടുത്ത റൗണ്ട് ബോട്ട് വരും. അവിടെ നിന്ന് ലെഫ്റ്റാണ് നമ്മൾ കട്ട് ചെയ്തത്, ഒരിക്കലും നേരെ പോകരുത്. ഇത് കണ്ടോ, ഇതിപ്പോൾ പെരുമ്പാവൂർ ടൗണിലേക്ക് നമ്മൾ അടുക്കാണ്. റൈറ്റ് സൈഡിൽ കണ്ടോ സീമാസ് കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ ബസ്സൊക്കെ ഒതുക്കിയിടുന്ന സ്ഥലമാണ്. ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ ഈ നേരെ പോണത് അവിടെ ചെല്ലുമ്പോൾ ഒരു ഗാന്ധി സ്ക്വയർ ഉണ്ട് ഇവിടെ. ഇതുണ്ടോ, ഈ ഗാന്ധി സ്ക്വയർ കഴിഞ്ഞാൽ ബസ് പോകണുണ്ട്. ആ ബസ്സിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നേരെ പെരുമ്പാവൂർ ടൗൺ സിഗ്നലിൻ്റെ അവിടെ ചെല്ലും. നമുക്ക് വേണമെങ്കിൽ ആ സിഗ്നൽ കവർ ചെയ്ത് റൈറ്റ് എടുത്താൽ നേരെ മൂവാറ്റുപുഴയാണ്. ഇപ്പോൾ നമ്മൾ ആ ബസ് പോകണ വഴിക്കിടെ തന്നെ പോകും കേട്ടോ. പക്ഷേ നമ്മൾ ആ സിഗ്നൽ കവർ ചെയ്യുന്നില്ല, അല്ലാതെ സിഗ്നലിന് മറികടന്നിട്ടാണ് നമ്മൾ പോകാൻ നിൽക്കണേ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. കണ്ടോ, ഗാന്ധി സ്ക്വയർ തിരിഞ്ഞ് കണ്ടോ റൗണ്ട് അടിച്ച് ഇനി നമ്മൾ ലെഫ്റ്റാണ് പോകേണ്ടത്. കണ്ടോ, ആ 2 വീലറൊക്കെ പോകണതിൻ്റെ പിന്നാലെയാണ് നമ്മൾ പോകണത് കേട്ടോ. ഇനിയിപ്പോൾ ബസ് കടന്നു പോയ വഴിയുണ്ടോ, ബസ് നേരെയല്ല പോയത്, ബസ് റൈറ്റിലേക്ക് താഴേക്ക് ഇറങ്ങിയ പോയത്. നമ്മൾ ആ റൂട്ടിലേക്ക് തന്നെ പോകണേ. ഇപ്പോൾ ഈ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ആ ചുമപ്പ് ഓട്ടോറിക്ഷ പോകണ വഴി പോയി കഴിഞ്ഞാൽ പെരുമ്പാവൂർ ടൗൺ സിഗ്നലിൻ്റെ അവിടെ ചെന്ന് നിൽക്കും. നമ്മൾ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിഗ്നൽ കഴിഞ്ഞിട്ടൊരു വഴിയുണ്ട്, ആ വഴിയുണ്ട് കയറി കഴിഞ്ഞാൽ റൈറ്റ് തിരിഞ്ഞ് നേരെ മൂവാറ്റുപുഴയാണ്. പിന്നെ നമുക്ക് വേറെ യാതൊരുവിധ ബ്ലോക്കുകളും തന്നെ ഇല്ല. അപ്പോൾ എല്ലാവരും ഓർത്ത് നോക്കിയാൽ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ കടകളൊക്കെ ഉണ്ട്, അമൽ പാലസ്. അതുപോലെ തന്നെ ഓരോ കടകൾ, വലിയ വലിയ കടകളുടെ സിമ്പലൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ. നേരെ വരുമ്പോൾ HP പമ്പ്. ഈ പമ്പ് കഴിയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് തിരിയണം. ഇതാ ഓട്ടോറിക്ഷ പോയ വഴി. ഇതുണ്ടോ, ആ ടിപ്പർ വന്ന് നിൽക്കുന്ന വഴി നമ്മൾ ലെഫ്റ്റ് കട്ട് ചെയ്യണം. അവിടെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി വേറൊരു കട്ടിങ് ഇല്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻഡ് അവസാനിക്കുന്നത് T റോഡാണ്. ഈ റോഡിൻ്റെ എൻഡ് എന്ന് പറഞ്ഞാൽ T റോഡാണ്. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പെരുമ്പാവൂർ ടൗൺ സിഗ്നൽ, റൈറ്റ് പോയി കഴിഞ്ഞാൽ മൂവാറ്റുപുഴ ടൗൺ. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യപ്പെടാതെ വരാൻ പറ്റിയൊരു വഴിയാണിത്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് കോട്ടയം ഭാഗത്തേക്ക് പോകുന്നവർ, കൂത്താട്ടുകുളത്തേക്ക് പോകുന്നവരായിക്കോട്ടെ, മൂവാറ്റുപുഴയ്ക്ക് പോകുന്നവരായിക്കോട്ടെ, തിരുവല്ല, കോട്ടയം, എവിടേക്ക് വേണമെങ്കിലും പോകുന്നവരായിക്കോട്ടെ, കണ്ടോ, ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ മൂവാറ്റുപുഴ റോഡിലേക്ക് നമ്മൾ കയറി. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും. എല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാവരും മനസ്സിൽ ഓർത്ത് വയ്ക്കുക. എല്ലാ പ്രവാസികൾക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. ബൈ ബൈ.